ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് അടിയനത്തിൻ്റെ വിത്തൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ നമുക്ക് പെട്ടെന്ന് പാകേണ്ട ഒരു അവസ്ഥ വന്നു. ഈ ഇതിൻ്റെ ആട്ടോ സീഡ് ഇതാണ് എൻ്റെ മദർ പ്ലാന്റ്. ഈ കളറായിരുന്നു നമ്മൾ സീഡ് ഉണ്ടായിരുന്നത്. നമുക്ക് 2 സീഡ് ബോർഡ് കൂടിയാണ് 150 വിത്ത് എടുത്ത ഏതാണ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഇങ്ങനെ ഞാൻ ഉണങ്ങാൻ വേണ്ടി സത്യം പറഞ്ഞാൽ വെച്ചതാണ്. അപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്ക് അത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് മഴ നനഞ്ഞു പോയി. അപ്പം അന്ന് വൈകിട്ട് പിന്നെ ഇത് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലെന്ന് തോന്നി. കാരണം അത് ചിലപ്പോൾ പോകും പെട്ടെന്ന് തന്നെ നമ്മളൊരു സാധാരണ ഒരു ചട്ടി എടുത്തിട്ട് നമുക്കതിൻ്റെ അത് പാകിയേക്കാന്ന് വെച്ചു. സത്യം പറഞ്ഞാലത് പറിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മുടെ ഒട്ടും ഉണങ്ങിയില്ല വിത്ത്. പോയത് പച്ച കെട്ടിടത്തിലായിരുന്നു. എന്നാൽ പാകി വെച്ചേക്കാന്ന് ഓർത്ത്. അപ്പോൾ പോയാൽ പോട്ടെന്ന് ഓർത്ത് തന്നെയാണ് പാകിയത്. അപ്പോൾ പാകണേൻ്റെ വീഡിയോ ഒന്നും കൊണ്ട് എടുക്കാൻ പറ്റില്ല. കാരണം വൈകിട്ടായിപ്പോൾ അപ്പോൾ ഇരുട്ടായിപ്പോയായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അതിപ്പോൾ പാകി വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 4 ദിവസമായി. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലെല്ലാം തന്നെ മുളച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഇങ്ങനെ ഈർപ്പം നിൽക്കാൻ പാകത്തിന് നമ്മൾ ടൈറ്റായിട്ട് നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ചട്ടിക്കുള്ളിലാണ് നിലവിൽ സീഡ് നിൽക്കുന്നത്. അപ്പോൾ ഞാനത് ഈർപ്പം നിന്നില്ലെങ്കിൽ വിത്ത് മുളയ്ക്കാൻ പാടാട്ടോ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് മുളയ്ക്കുന്ന വീഡിയോ ഞാൻ മുളപ്പിക്കുന്ന വീഡിയോ ദിവസം ചെയ്ത് കാണിക്കാം. പെട്ടെന്നായപ്പോൾ പറ്റിയില്ല. അപ്പോൾ ഇത് ഇനി നമ്മളിത് കവർ ഇങ്ങനെ ഊരി നോക്കുകയാണ്. അതുകൊണ്ട് ഏകദേശം എല്ലാം തന്നെ നല്ല രീതിയിൽ മുളച്ച് വന്നിട്ടുണ്ട്. എല്ലാം തന്നെ ഒരു ഏകദേശം 150 വിത്തിൽ എനിക്ക് വന്നത് 150 വിത്ത് മുളച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്നുപോലും മിസ്സായിട്ടില്ല. എല്ലാം തന്നെ നല്ല രീതിയിൽ മുളച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുളപ്പിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് കൊടുത്തിരുന്നതാണ്, പക്ഷെ സാധിച്ചില്ല. ഇനിയിപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ കൃത്യമായിട്ട് അത് പറഞ്ഞുതരാം എങ്ങനെ ഇത് മുളപ്പിക്കുന്ന എളുപ്പത്തിൽ നിന്ന്. ഇതിന് നമ്മൾ ഇച്ചിരി ചാണകപ്പൊടി കടിയിൽ ഇട്ടിട്ടുണ്ട്. ശേഷം മണലും ചകിരിച്ചോറുമാണ് മേളിലിട്ടേക്കുന്നത്. ഇതിനിപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ് ഇതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ കിട്ടുമോയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സീഡ് ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആട്ടോ. ഇത് സാധാ നാടൻ ചെടിയല്ല. ഇനിയിപ്പോൾ ഇതിപ്പോൾ 4 ദിവസം കൊണ്ടാട്ടോ ഇത്രയൊരു ഇതായത്, വളർച്ചയായത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല 4 ദിവസം കൊണ്ട് നമ്മൾ ഇത്രയാകുന്നു. 4 ദിവസം 4-5 ദിവസത്തേക്കുള്ള ഒട്ടുമായിട്ടില്ല. ഇപ്പോൾ ഏറ്റവും നല്ലത് ഫ്രഷ് വിത്ത് ആട്ടോ മുളപ്പിക്കുക. നമ്മൾ പഴകിയ വിത്തൊന്നും അങ്ങനെ മുളപ്പിച്ചെടുക്കാൻ പാടാം. ഏറ്റവും നല്ലത് പുതിയ വിത്ത് തന്നെ. പെട്ടെന്ന് തന്നെ ഇതുകൊണ്ട് ഒത്തിരി ദിവസമൊന്നും വെക്കേണ്ട ആവശ്യമില്ല പറിച്ച് വെച്ചാലും. പിന്നെ ഞാൻ ഇത് പിറ്റേ ദിവസം തന്നെ പായി, കാരണം നനഞ്ഞു പോയതുകൊണ്ട്. അപ്പോൾ ഇത്ര നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ നിങ്ങളതൊന്ന് കാണിക്കാമെന്ന് ഓർത്താണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് എളുപ്പത്തിൽ മുളപ്പിക്കാൻ വേണ്ടി. ഇതിനൊരു 40 ദിവസമൊക്കെ കഴിഞ്ഞ് നമുക്ക് വേറെ ചട്ടിയിലേക്ക് വേണം പറിച്ച് മാറ്റി വയ്ക്കാം. ഓരോന്ന് പറഞ്ഞാൽ വളർച്ച പോയിരിക്കും. വളർച്ച പെട്ടെന്നാകുവാണെങ്കിൽ നമുക്ക് 40 ദിവസമൊന്നും വേണമെന്നില്ല. ഇപ്പം വളർച്ച കുറവാണെങ്കിൽ നമുക്കൊരു 40 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം മാറ്റാറാവും. ഇപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ചുമ്മാ അങ്ങനെ നിങ്ങളൊന്ന് കാണിക്കാന്നോർത്ത് ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പാകണ വീഡിയോ എടുക്കേണ്ടതായിരുന്നു, പക്ഷെ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ വിത്ത് മുളച്ച വീഡിയോ ആണ് കാണിക്കുന്നത്. പിന്നെ ഒരു ദിവസം ഞാൻ വിത്ത് പാകണമൊക്കെ വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ. ഓക്കെ, ബൈ.